ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം 2026. നമുക്കറിയാം 2026 നിരവധി ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ കുറേ പേരും വീട്ടമ്മമാരായിരിക്കാം, കുറേ പേര് ജോലിക്ക് പോകുന്നവരായിരിക്കാം, പിന്നെ സ്റ്റുഡൻസ് ഉണ്ടാകാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എസ്പെഷ്യലി ആർക്കാണ്? നമ്മളുടെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ്. കാരണം നമ്മളുടെ കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ, എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവരാണ് വീട്ടമ്മമാർ. അപ്പോൾ കുട്ടികളെ നോക്കണം, വീട് നോക്കണം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് മിസ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ 2026 ഡിഗ്രി ലെവൽ എക്സാംസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ SBCID, CAT, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ. ഇതെല്ലാം തന്നെ നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന എക്സാംസ് ആണ്. അതിലിപ്പോൾ നമ്മൾ കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കുന്നത് SBCID, CAT, അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ ആയിരിക്കും കുറച്ചും കൂടി വീട്ടമ്മമാർക്ക് താല്പര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ജോബാണ്, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നോക്കുക, കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നോക്കുന്നത് 10 to 5 ആണ് നമുക്ക് എന്തായാലും നമ്മളുടെ ജോബ് വരുന്നത്. അപ്പം കുട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ സ്കൂളിലാക്കിയിട്ട് പതിയെ നമുക്ക് ജോലിക്ക് പോകാം. ഇനി വൈകിട്ടാകുമ്പോഴാണെന്നുണ്ടെങ്കിലും കുട്ടികൾ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്കാണെങ്കിൽ എന്താണ് ആ ഒരു ടൈം പീരീഡിൽ നമുക്കും വീട്ടിലെത്താനായിട്ട് സാധിക്കും. അതാണ് മെയിനായിട്ട് എല്ലാവരും തന്നെ ഈ ഒരു ജോബ് നോക്കാനുള്ള മെയിനായിട്ട് പറയുന്ന കാര്യം. അപ്പം ഈ പറയുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ടൈം നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. അതുപോലെ നല്ല സാലറി അല്ലേ. ഈവൻ നമുക്ക് ഓരോ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാലും നമുക്ക് 50+ ആണ് നമ്മളുടെ സാലറി എങ്ങനെ വന്നാലും നമുക്ക് കയ്യിൽ വരുന്നത്. അപ്പോൾ നിസ്സാരമായിട്ട് നമുക്ക് ഈ ജോബ് എന്തായാലും കിട്ടില്ല, നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് ആണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ദിവസവും 4 മണിക്കൂർ പഠിക്കുക. അതായത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് മിസ് ഇത് ആദ്യം പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കക്കാർക്കാകുമ്പോൾ ഇപ്പോൾ ചിലവരെന്താണ് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കുറേ ടൈമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, കുറേ ഗ്യാപ്പ് എടുത്തവരുണ്ടാകാം. അപ്പം അങ്ങനെയുള്ളവർക്ക് പെട്ടെന്നൊരു ബുക്ക് വന്നിട്ട് അത് മുഴുവൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ഓരോ ദിവസം ഒരു 4 മണിക്കൂറെങ്കിലും. കാരണം ഇപ്പം നമുക്ക് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരി പകുതി കഴിഞ്ഞു, ഇനി മെയ് ജൂലൈയിലാണ് ഈ പറയുന്ന എക്സാം ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ ഇനി ഫെബ്രുവരി മുതൽ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഫെബ്രുവരി അല്ലേ, അതുപോലെ മാർച്ച്, ഏപ്രിൽ, മെയ്യിലാണ് നമുക്ക് എങ്ങനെ വന്നാലും നമുക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ മെയിൽ എക്സാം എന്ന രീതിയിൽ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുക. കാരണം ഈ പറയുന്ന എല്ലാ എക്സാമിനും നമുക്ക് ഒറ്റ പ്രിലിംസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. മെയിൻസിലാകുമ്പോൾ നമുക്ക് എന്താണ് സ്പെഷ്യൽ ടോപ്പിക് ഉള്ളതുകൊണ്ട് തന്നെ വ്യത്യാസമായിരിക്കാം. അതുവരെ പോട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. പക്ഷെ പ്രിലിംസ് എന്ത് ചെയ്യണം, എന്താണ് നമ്മൾ ക്വാളിഫൈ ചെയ്തേ പറ്റുള്ളൂ. ഈ ഒറ്റ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും എക്സാംസ് എന്താണ് ഒറ്റ രീതിയിൽ തന്നെ നമുക്ക് കടക്കാൻ വേണ്ടി പറ്റും. അത് വലിയൊരു കടമ്പയാണ്. ഈ ഒറ്റ പ്രിലിംസിൽ ഇത്ര എക്സാംസ് നമുക്ക് ക്വാളിഫൈ ആകാം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മിസ് പറയുന്നത് 4 മണിക്കൂർ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാരണം അത് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത്. ഒരു 4 മണിക്കോ അല്ലെങ്കിൽ ഒരു 5 മണിക്കോ എഴുന്നേക്കാൻ ശ്രമിക്കുക. എന്താണ് മെയിനായിട്ട് മിസ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 4 മണിക്ക് 5 മണിക്കൊക്കെ ആകുമ്പോഴേക്കും മക്കളൊന്നും എഴുന്നേറ്റുണ്ടാവില്ല ആ സമയത്തല്ലേ. അപ്പം ആ ടൈമിൽ നമുക്ക് നമ്മുടേതായ ഒരു ടൈമും നമുക്കൊരു സ്പേസ് കിട്ടുന്ന ടൈമാണ്. ആ ടൈമിൽ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മുടെ തലയിലേക്ക് കയറും. പിന്നെ ഇപ്പോൾ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഫസ്റ്റ് കുറച്ച് ടോപ്പിക്ക് മാത്രം പഠിക്കുക. പക്ഷേ അന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പഠിച്ച ടോപ്പിക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യണം. നമ്മൾ മറന്നു പോകും അല്ലേ. നമുക്ക് ഈ പറയുന്ന പഠനം മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ പല പല കാര്യങ്ങളായിരിക്കാം പോകുന്നത്. വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, പല കാര്യങ്ങളും. ഇപ്പം നമുക്ക് ഈ പറയാന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ലൈഫ് പോകുന്നത്. അവരെല്ലാവരും നമ്മളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരവരുടേതായ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും വേണം. എന്നാൽ നമ്മുടെ കാര്യം എന്ത് ചെയ്യണം, നടക്കുകയും വേണം. നമ്മൾക്കാണ് ഇപ്പോൾ കൂടുതലും പ്രയോറിറ്റി വേണ്ടത്. ഈ സമയത്ത് നമ്മളുടെ ഈ പറയുന്ന പഠനമാണ് നമുക്ക് വേണ്ടത്. ഈ പഠനം കഴിഞ്ഞെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും നമുക്ക് ആ സ്പേസും കൊടുക്കാൻ പറ്റും, ഇമ്പോർട്ടൻസും കൊടുക്കാൻ പറ്റും. പക്ഷെ ഇത് ക്വാളിഫൈ ആകുന്നവരെ നമുക്ക് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. എനിക്ക് ഈ ഒരു സമയം എനിക്ക് ആവശ്യമുണ്ട്, എന്തിനാണ് ഈ എക്സാംസ് ഒക്കെ പാസ്സാക്കാൻ എനിക്ക് ഈ ഒരു സമയം എന്തായാലും ആവശ്യമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ രാവിലെ എഴുന്നേക്കും ഒരു 2 മണിക്കൂർ. 4 മണിക്ക് എഴുന്നേക്കാണെങ്കിൽ 4 മണി തുടങ്ങി 5 മണി വരെ, 5 മണി ടു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിലെ കാര്യങ്ങളുണ്ടാകും, അടുക്കളയിലെ കാര്യങ്ങളുണ്ടാകും അല്ലേ. ആ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു 7 അല്ലെങ്കിൽ 8 മണി, 2 മണിക്കൂറിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്ത് തീർക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ 2 മണിക്കൂർ നിങ്ങൾ പഠിച്ചു, 2 മണിക്കൂർ നിങ്ങൾ നമ്മളുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, അടുക്കള ജോലി ഉണ്ടാവാം, മക്കളെ പറഞ്ഞയക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. അതാണ് മിസ് 4 മണിക്കൂർ എന്ന് പറയുന്നത്.
പിന്നെ ഇനി എക്സ്ട്രാ നമുക്കൊരു ഇൻപുട്ട് ഇട്ട് പഠിക്കാൻ സമയമുണ്ട് എന്നുള്ളവർ എന്ത് ചെയ്യാം? ഇപ്പോൾ 9 മണിക്കൊക്കെയാണ് മക്കൾ പോകുന്നത് അല്ലെങ്കിൽ ഹസ്ബൻഡ് പോകുന്നുള്ള എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ആ പറയുന്ന 9 മണി തുടങ്ങി ഉച്ചയ്ക്ക് 1 മണി വരെ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വീട്ടിൽ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. ആ സമയം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയ സമയമാണ്. ആ സമയത്ത് നമ്മുടെ ചുറ്റും ആരുമില്ല, മക്കളുമില്ല, ഹസ്ബൻഡില്ല, ഒന്നുമില്ല. നമുക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തിയ സമയമാണ്. അപ്പൊ എന്ത് ചെയ്യുക? നമ്മൾ ആ ഒരു 9 മണി തുടങ്ങി 1 മണി വരെ നല്ല രീതിയിൽ പഠിക്കുക. നമ്മൾ ആകെ കിച്ചണിൽ പോകേണ്ട എന്തിനാണ്? ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ പോകാൻ വേണ്ടി പാടുള്ളൂ. കാരണം 3:30 കഴിയുമ്പോഴേക്ക് എന്താണ് നമ്മുടെ കുട്ടികളുടെ സ്കൂൾ കഴിയും അല്ലേ? പിന്നെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ആ ഫുഡ് കഴിച്ചെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യണമെങ്കിൽ റിവൈസ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക? അതിനുശേഷം പിന്നെ ഫാമിലി ടൈമാണ്. കാരണം മക്കൾ വരും, അവർക്ക് ചായ കൊടുക്കണം, അവർക്ക് ഫുഡ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ടൈമിൽ നിങ്ങളുടെ അടുക്കള ജോലിയും കൂടി ആ സമയത്ത് ചെയ്യാണ്ട് ശ്രമിക്കുക. അപ്പൊ ഈ പറയുന്ന 4 മണിക്കൂർ അതിൽ കൂടുതൽ സമയം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മിസ് പറയുന്നത് എന്താണ്? 40 മിനിറ്റ് കഴിഞ്ഞാൽ വിശ്രമം അത്യാവശ്യം. അത് എന്തായാലും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് പല പല കാര്യങ്ങൾ ഓടുന്ന ബ്രെയിനാണ്. അപ്പം നമുക്ക് എന്താണ് ഒരു 40 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതെല്ലാം നമ്മുടെ മൈൻഡിലേക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റും. 40 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? പതിയെ കുറച്ച് നേരം കഴിഞ്ഞ് ഫോൺ എടുക്കണമെന്നല്ല, ഫോൺ യൂസ് ചെയ്യാം. ജസ്റ്റ് 2 റീല് കാണുക അല്ലെങ്കിൽ 2 സോങ് കേൾക്കുക, എന്താന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷെ 40 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി അടുക്കള സ്റ്റഡി ടേബിൾ കൂടിയാണ്. അതെ, നമുക്കറിയാം നമ്മളുടെ എങ്ങനെയാണ് നമ്മളെ ചുറ്റും ആളുകൾ എന്നുള്ളതും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെന്നുള്ളതും എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം. അപ്പൊ നമ്മുടെ അടുക്കളയിൽ എന്താണ് നമുക്ക് അത്യാവശ്യ പണികൾ ഉണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അടുക്കളയിൽ വന്ന് റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ആ ബുക്കോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അടുക്കളയിൽ സെറ്റ് ചെയ്ത് വെക്കുക. അത് അവിടെ നിന്ന് മാറ്റുകയും ചെയ്യാൻ പാടില്ല. നമ്മൾ പഠിച്ചു, ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് പഠിച്ചത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് വെക്കുക. പിന്നീട് നിങ്ങൾ അടുക്കള വരുമ്പോൾ എന്ത് ചെയ്യുക? ആ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി റിവൈസ് ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂസ് നിങ്ങൾ ഒരു 4-5 തവണ റിവൈസ് ചെയ്യുമ്പോൾ താനെ നമുക്ക് എന്താണ് മൈൻഡിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരും. പതിയെ നമുക്ക് മനസ്സിലാകും നമ്മൾ ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് പതിയെ മനസ്സിലാകാനായിട്ട് തുടങ്ങും. ഇനി അടുക്കളയ്ക്ക് ഒരു സമയം ക്രമീകരിക്കുക. അത് മെയിനായിട്ട് മിസ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ അടുക്കളയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് മക്കളെ സ്കൂളിലേക്ക് വിടുന്നതും ഹസ്ബൻഡിനെ വിടുന്നതും മൊത്തമുള്ള കാര്യങ്ങൾ ആ ടൈമിൽ തന്നെ ചെയ്യുക. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക? പഠനത്തിന് വേണ്ടി മാത്രം ടൈം കണ്ടെത്തുക. പിന്നെ റിവിഷൻ, അത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും അന്ന് തന്നെ ഒരു 2-3 തവണ റിവൈസ് ചെയ്ത് വിടുക. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല വീട്ടമ്മമാർക്കുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും എന്താണ് നമുക്കിപ്പോൾ കുട്ടീനെ നോക്കാനുണ്ടാകും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. അതല്ലെങ്കിൽ എന്താണ് വീട്ടിൽ വയസ്സായവരുണ്ടാകും. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടാകാം. അപ്പോൾ അവർക്കൊക്കെ എന്ത് വേണ്ടത്? റിവിഷൻ ആണ് മെയിനായിട്ട് വേണ്ടത്. അല്ല നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് നമുക്ക് റിവൈസ് ചെയ്യാൻ വേറെ സമയം കണ്ടെത്താം എന്ന് വിചാരിച്ചാൽ നമുക്ക് ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് മിസ് പറയുന്നത് റിവിഷൻ എന്തായാലും അത്യാവശ്യമാണ്. ചിലപ്പോൾ നമ്മളൊരു ടോപ്പിക് എടുത്തു, അന്ന് കുറച്ച് പഠിച്ചു, പക്ഷെ അത് മുഴുവൻ കഴിഞ്ഞില്ല, സാരില്ല, നിങ്ങൾ പിറ്റേ ദിവസം അതേ ടോപ്പിക് ഒന്നും കൂടി പഠിച്ചോ. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി നമ്മുടെ മൈൻഡിലേക്ക് അത് റിഫ്രഷ് ആയിട്ട് വരും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾക്ക് ഒരു ചെറിയ സമയം കിട്ടുകയാണ്. അപ്പൊ എന്ത് ചെയ്യുക? ആ സമയത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കി കഴിയുമ്പോൾ തനിയെ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ബ്രെയിൻ തനിയെ നമ്മുടെ അടുത്ത് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. പിന്നെ 50 ക്വസ്റ്റ്യൻ പഠിക്കുക. ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പം നമ്മളുടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ സോഴ്സുകളുണ്ട് നമ്മുടെ ചുറ്റും. എന്താണ്? തൊഴിൽ വാർത്ത, തൊഴിൽ വേദി. അപ്പം പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അതിൽ വരുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ തൊഴിൽ വാർത്ത, തൊഴിൽ വേദി പോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു 50-100 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. ഒരു 50 ക്വസ്റ്റ്യൻ ഒരു ദിവസം പഠിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി എന്താണ് ഇന്ന ക്വസ്റ്റ്യൻ എനിക്ക് അറിയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് പരസ്പരം ഒന്ന് ക്വസ്റ്റ്യൻസ് പഠിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ആപ്പുകളിൽ തന്നെ അല്ലെ നിരവധി ആപ്പുകളുണ്ട്. ആ ആപ്പുകളിൽ തന്നെ ക്വസ്റ്റ്യൻസ് ക്വിസ് പോലെ അല്ലെ അങ്ങനെ ക്വിസ് പോലെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്, ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ക്വിസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു 50 ക്വസ്റ്റ്യൻ ഒരു മിസ് പറയുന്നത് ഒരു ദിവസം ഒരു 50 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ടാണ് മിസ് പറയുന്നത് കേട്ടോ. പിന്നെ ഫോൺ യൂസ് കുറക്കുക. എന്താണ്? നമുക്കറിയാം നമ്മൾ വീട്ടമ്മമാരൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്താണ് കുറച്ച് നേരം ഒരു റീൽസ് കാണണം അല്ലെങ്കിൽ സീരിയൽ കാണണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ നമ്മൾ ഒരുപാട് സമയം
അതിനു വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സാം ഒന്നും നമുക്ക് എന്താണ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 40 മിനിറ്റ് പഠിച്ചിട്ട് ഒരു 10 മിനിറ്റ് റിഫ്രഷ്മെന്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് റീൽസ് കാണാം, അല്ലെങ്കിൽ സീരിയൽ കാണാം. പക്ഷെ 10 മിനിറ്റേ പാടുള്ളൂ, അതിൽ കൂടുതൽ പോകരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സബ്ജക്റ്റ് പഠിക്കേണ്ടതാണ്. ഈ പറയുന്ന മെയിലാണ് നമുക്ക് എക്സാം വരുന്നത്. അധികം ടൈമൊന്നുമില്ല, ചെറിയൊരു ടൈം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. വേഗം തന്നെ നമ്മൾ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഈ റിവിഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ആൻസർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന എന്താണ് നമ്മളുടെ മെയ് പരീക്ഷയ്ക്ക് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് എന്തായാലും നല്ല ടൈം എടുക്കും. അപ്പൊ ഈ 4 മണിക്കൂർ ദിവസം പഠിക്കുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകളും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ എല്ലാവരും ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഇതാണ് മിസ്സിന്റെ ടിപ്പ്. നല്ല രീതിയിൽ ഈ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഡിഗ്രി ലെവൽ എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മിന്റ് PSC നിരവധി കോഴ്സുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. നമ്മളുടെ എന്താണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളപ്പോൾ എന്ത് ചെയ്യുക, കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. നമ്മൾ ഈ പറയുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റിവിഷനും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന രീതി തന്നെയാണ് നമ്മൾ എല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നത്. പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ RH005 എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ പ്ലേ സ്റ്റോറിൽ മിന്റ് PSC എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഈ വർഷം നമ്മുടെ വർഷമാണ് തന്നെ വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഓൾ.